ഇനിയുള്ള ഈ ഒരു ചെറിയ സമയത്തിനകത്ത് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല മാർക്കോട് കൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ പരീക്ഷയ്ക്കുന്നുള്ളത്? ഈ 2 മാസം അല്ലെങ്കിൽ ലാസ്റ്റ് 1.5 മാസം മാത്രം പഠിച്ച് NIT വരെ കയറിയ കുട്ടികളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. സ്ട്രക്ചറൽ സബ്ജക്റ്റ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അത് എക്സാമിന് പഠിക്കേണ്ട, ബാക്കിയുള്ള സബ്ജക്റ്റ് നമുക്ക് പഠിച്ച് എക്സാമിന് പോകാം എന്നുള്ള രീതി ഒരു അബദ്ധമായിട്ട് മാറും അവർക്ക് പിന്നീട്. ചില സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നത് ഇതിനേക്കാളും വലിയ അബദ്ധമില്ല. ചില സബ്ജക്റ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് പകരം എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവുമല്ലോ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന മേഖല. മറവിയുടെ ഒരു പ്രശ്നത്തിന് നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ മറികടക്കാനായിട്ട് പറ്റും സാർ? എല്ലാ മനുഷ്യരും മറന്നുപോകും. ഞാൻ ഉൾപ്പെടെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇടയ്ക്ക് ഞാൻ മറക്കും. ഇപ്പം ഞാൻ വീണ്ടും നോക്കും. അപ്പോൾ വീണ്ടും നോക്കുക, അതായത് റിവിഷൻ. എല്ലാവർക്കും നമസ്കാരം, സിവിലിയൻസിലേക്ക് സ്വാഗതം. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാംസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പരീക്ഷയാണ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഗേറ്റ് എക്സാം. ഈ വരുന്ന 2025 ഫെബ്രുവരി മാസമാണ് ഗേറ്റ് എക്സാം ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗേറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ മനസ്സിലുള്ള സംശയങ്ങളും അതിനുള്ള ചില മറുപടികളും ഒക്കെയാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ സെഷനിൽ നമ്മുടെ കൂടെ നമ്മുടെ സിവിലിയൻസിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഗോകുൽ സാർ നമ്മോടൊപ്പം ഉണ്ട്. ഹായ് സാർ. ഹായ് യമുന. നമ്മൾ കഴിഞ്ഞ ദിവസം സിവിലിയൻസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഗേറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് പോസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് റിപ്ലൈ നമുക്ക് ആ സ്റ്റോറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര്, എനിക്ക് തോന്നുന്നു 3rd ഇയറിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, അവർ പങ്കുവെച്ചൊരു ഡൗട്ടായിരുന്നു ഈ ഗേറ്റ് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഇപ്പോൾ പാറ്റേണിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആ പരീക്ഷയെ പറ്റി ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പാറ്റേണിനെ പറ്റി പഠിച്ചുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ തുടങ്ങേണ്ടത്. അപ്പോൾ 65 ചോദ്യങ്ങളാണ് ഗേറ്റ് എക്സാമിന് വരിക. മൊത്തം 65 ചോദ്യങ്ങൾ 3 മണിക്കൂറുണ്ട് നിങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ട് അത് വലിയ ബാലി കയറാൻ മലയൊന്നുമില്ല. 65 ക്വസ്റ്റ്യനും 3 മണിക്കൂറും. 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നേരിടേണ്ടി വരിക. ഒന്ന് MCQ, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്, പിന്നെ MSQ. MCQ എല്ലാവർക്കും അറിയാവുന്നതാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഒരു ചോദ്യവും 4 ഓപ്ഷൻസും ഉണ്ടാവും. അതിലൊന്ന് ശരി ഉത്തരമായിരിക്കും, ബാക്കി 3 തെറ്റായതായിരിക്കും. നമ്മൾ ഈ ശരിയായിട്ടുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്തെങ്കിൽ അതിന് അനുവദിച്ചിരിക്കുന്ന മാർക്ക് 1 മാർക്കിൻ്റെ ഉണ്ടാവും, 2 മാർക്കിൻ്റെ ഉണ്ടാവും, അത് നമുക്ക് കിട്ടും. ഇപ്പം തെറ്റാണെങ്കിൽ നമുക്ക് 3-1 മാർക്ക് നെഗറ്റീവായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യ വിഭാഗമാണിത്. കാരണം തെറ്റാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാരണവശാലും കറക്കി കുത്താനും പാടില്ല. കാരണം കറക്കി കുത്താനുള്ള ടെൻഡൻസി ഉണ്ടാവും നമുക്ക് MCQ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മളെക്കാട്ടിലും വളരെയധികം സ്മാർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ക്വസ്റ്റ്യൻ റെഡിയാക്കിയത്. അപ്പോൾ എനിക്ക് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ അറ്റൻഡ് ചെയ്യാവൂ. ചില കുട്ടികൾ വരുത്തുന്നൊരു പിഴവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓപ്ഷൻ A അവർക്ക് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ Bയും Cയും Dയും അവർ പിന്നെ നോക്കത്തേയില്ല. അപ്പോൾ ഒരിക്കലും ആ ഒരു പിഴവ് ഇവിടെ വരുത്താൻ പാടില്ല. ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കി അതിന് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. മൊത്തം ഓപ്ഷനും ഒന്ന് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം വേണം നിങ്ങൾ ഇത് മാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ വേണമെങ്കിൽ തിരുത്താനായിട്ടുള്ള ഒരു ഇതുകൂടെ ഉണ്ട്. പിന്നെ അടുത്ത ചോദ്യ വിഭാഗം എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പാണ്. ഇവിടെ വേണമെങ്കിൽ റിസ്ക് എടുക്കാം. ഇവിടെ റിസ്ക് എടുക്കാമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അതുപോലെ തന്നെ ഓപ്ഷനും ഉണ്ടായിരിക്കില്ല. ഒരു സ്പേസ് ഉണ്ടാകും, അവിടെ നമ്മൾ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യണം. അപ്പോൾ ഒരു ആൻസർ ഇപ്പോൾ 10 ആണെങ്കിൽ ഒരു ചെറിയൊരു റേഞ്ച് ആയിരിക്കും അവരെ ശരിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇപ്പം 9, 10, 11 ഇതിലേത് മാർക്ക് ചെയ്താലും, ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്, നമുക്കിതിന് അനുവദിച്ചിരിക്കുന്ന മാർക്ക് കിട്ടും. മൂന്നാമത്തത് ഒരു 2-3 വർഷമായിട്ടേ ഉള്ളൂ നമുക്ക് വന്നിട്ട്, അത് MSQ ആണ്, മൾട്ടി സെലക്ട് ക്വസ്റ്റ്യൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒന്നിലധികം ശരിയുത്തരങ്ങൾ ഉണ്ടായിരിക്കും ഇതിന്. ഇപ്പോൾ Bയും Cയും Dയും ചിലപ്പോൾ ശരിയായിരിക്കും 4 ഓപ്ഷനിൽ. അപ്പോൾ ഈ 3ഉം എത്ര ശരിയുത്തരങ്ങളുണ്ടോ അത് മൊത്തം മാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിന് അനുവദിച്ചിരിക്കുന്ന മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് MSQ. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രയാസമേറിയത് MSQ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെയും നിങ്ങൾക്ക് റിസ്ക് എടുക്കാം.
കാരണം ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ MCQ, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്, MSQ, ഇതിൽ MCQന് മാത്രമേ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൂ. ബാക്കി രണ്ടെണ്ണവും നമുക്ക് പേടി കൂടാതെ അറ്റൻഡ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 65 ചോദ്യങ്ങൾ, 100 മാർക്ക്, 3 മണിക്കൂർ. ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇതൊരു ക്വാളിഫയിങ് പേപ്പർ ആയതുകൊണ്ട് തന്നെ പൊതുവെ ഇതിൻ്റെ ഒരു കട്ട് ഓഫിൻ്റെ റേഞ്ച് കുട്ടികൾ ചോദിക്കുന്നതാണ്. എപ്പോഴും ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കട്ട് ഓഫിൻ്റെ വാല്യൂ എന്തായാലും ഒരുപാട് വലിയ മാർക്കിലോട്ട് പോകാറില്ലല്ലോ സാധാരണ. ഒരു കാരണവശാലും ഒരുപാട് കൂടിയ ഒരു മാർക്ക് ഇതിന് വരാറ് ഒരു 25-നും 30-നും ഇടയിലാണ് നമ്മൾ സാധാരണ ഇതിന്റെ കട്ട് ഓഫ് വരാറുള്ളത്. ഈ വർഷവും അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വർഷവും ഉറപ്പായിട്ടും ഒരു കാരണവശാലും 30 കൂടുതൽ അങ്ങനെ പോവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്തായാലും ഇപ്പം ഡിസംബർ മാസം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫെബ്രുവരിയിലാണ് എക്സാം. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇനിയുള്ള ഈ ഒരു ചെറിയ സമയത്തിനകത്ത് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല മാർക്കോടുകൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ പരീക്ഷയ്ക്കെന്നുള്ളത് സാറ് അതിനെങ്ങനെ നോക്കിക്കാണുന്നത്? ഈ ഒരു ടൈം ലിമിറ്റിനകത്ത് നമുക്ക് പറ്റുമോ? അത് ഇത് ചുമ്മാ പറയുന്നതല്ല. ഞാൻ ഗേറ്റ് എക്സാം പ്രിപ്പയർ ചെയ്തപ്പോഴത്തേക്കും ഈ ലാസ്റ്റ് 1.5 മാസം അല്ലെങ്കിൽ ഒരു 2 മാസം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം, തീർച്ചയായിട്ടും ഈ 2 മാസം ഒന്ന് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് സെലക്റ്റീവായിട്ട് പഠിക്കണമെന്നേ ഉള്ളൂ. സ്മാർട്ടായിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ സെലക്റ്റീവായിട്ടുള്ള പഠനമാണല്ലോ. അപ്പോൾ സ്മാർട്ടായിട്ടൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് ഇത് ഞാൻ പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കുട്ടികളെ വെച്ചിട്ടല്ല, ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും കുറച്ച് സമയം ഇതിനുവേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായി 100% ഉറപ്പിച്ച് പറയാം. കാരണം അങ്ങനെ ഈ 2 മാസം അല്ലെങ്കിൽ ലാസ്റ്റ് 1.5 മാസം മാത്രം പഠിച്ച് NIT വരെ കയറിയ കുട്ടികളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇനിയുള്ള സമയം പഠിച്ചാലും തീർച്ചയായിട്ടും നല്ല മാർക്ക് വാങ്ങിച്ച് ഗേറ്റ് പാസ്സാകാവുന്നതേ ഉള്ളൂ. സാർ ഇപ്പം സെലക്റ്റീവായിട്ട് പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് പേര് ഈ സ്ട്രക്ചറൽ സബ്ജക്റ്റ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പൊതുവേ ഒരു ടെൻഡൻസി ഉണ്ട്, അതായത് അങ്ങനെയുള്ള സബ്ജക്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം, അത് എക്സാമിന് പഠിക്കേണ്ട, ബാക്കിയുള്ള സബ്ജക്റ്റ് നമുക്ക് പഠിച്ച് എക്സാമിന് പോകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കുമോ, അതൊരു അബദ്ധമായിട്ട് മാറുമോ അവർക്ക് പിന്നീട്? തീർച്ചയായിട്ടും അത് വലിയൊരു അബദ്ധം തന്നെയാണ്. നമ്മൾ ഈ ചില സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്ത് പഠിക്കുന്നത് ഇതിനേക്കാളും വലിയ അബദ്ധമില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം എല്ലാവർക്കും എല്ലാ ടോപ്പിക്കും എളുപ്പമായിരിക്കണമെന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സബ്ജക്റ്റിൽ ചില സബ്ജക്റ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് പകരം എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവുമല്ലോ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന മേഖല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാത്സ് ഒക്കെ ഡിഫറൻസിയേഷനൊക്കെ ചില കുട്ടികൾക്ക് ഇച്ചിരി പ്രയാസമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? മാത്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ഇവർ നോക്കും. ഇപ്പോൾ സ്ട്രക്ചറിലാണെങ്കിൽ പോലും ചില ഭാഗങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങളുണ്ട്. ഒരു ചെറിയ ഭാഗം കണ്ട് ഇവർ ആ സബ്ജക്റ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന എന്ത് മണ്ടത്തരവാണ്. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ തന്നെ മെട്രിക്സ് വളരെ എളുപ്പത്തിൽ, വളരെ എത്ര നേരം വേണം, ഒരു 2-3 മണിക്കൂർ ഉണ്ടെങ്കിൽ മെട്രിക്സിൽ നിന്നുള്ള ഇപ്പോൾ റാങ്ക് എത്രയാണ് എന്ന് ചോദിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ വരുമല്ലോ. റാങ്ക്, ഏഗൻ വാല്യൂ, ഏഗൻ വെക്ടർ ഒക്കെ ചോദിക്കുന്ന മേഖലകൾ വന്നു കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾ സബ്ജക്റ്റ് അല്ല ഒഴിവാക്കേണ്ടത്, എല്ലാ സബ്ജക്റ്റും പഠിക്കണം. പക്ഷേ അവർക്ക് എളുപ്പമുള്ള മേഖല ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ടോപ്പിക് സെലക്ട് ചെയ്യണം, ടോപ്പിക് സെലക്റ്റീവ് ആയിരിക്കണം. ഒരിക്കലും ഒരു സബ്ജക്റ്റിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് വളരെ വലിയൊരു മണ്ടത്തരം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇനിയിപ്പോൾ അവർ റിവൈസ് ചെയ്യാൻ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും മറന്നു പോകാനുള്ളൊരു ടെൻഡൻസി വന്നേക്കാം എന്നുള്ള രീതിയിൽ കൺസേൺ കുട്ടികൾ കുറച്ച് പേര് പറയണ്ടേ. പെട്ടെന്ന് മറന്നു പോകുന്നു, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മറവിയുടെ ഒരു പ്രശ്നത്തിന് നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ മറികടക്കാനായിട്ട് പറ്റും സാർ? മറവി ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം. എല്ലാ മനുഷ്യരും മറന്നു പോകുമല്ലോ. അപ്പോൾ ഇത് ആജീവനാന്ത കാലം നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമല്ല. നമുക്ക് ഫെബ്രുവരി മാസത്തിലാണ് എക്സാം, ഫെബ്രുവരി വരെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, അത് മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരും മറന്നു പോകും, ഞാൻ ഉൾപ്പെടെ. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇടയ്ക്ക് ഞാൻ മറക്കും, അപ്പോൾ ഞാൻ വീണ്ടും നോക്കും. അപ്പോൾ വീണ്ടും നോക്കുക, അതായത് റിവിഷൻ. അതാണ് ഈ റിവിഷൻ ചെയ്യുന്നത് തന്നെ ചില കുട്ടികൾക്ക് അറിയില്ല പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പഠിച്ച അത്രയും തന്നെ ടൈം റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ ആദ്യത്തെ തവണ റിവൈസ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ എടുക്കുമെങ്കിൽ രണ്ടാമത്തെ തവണ സെയിം ടോപ്പിക്ക് റിവൈസ് ചെയ്യുമ്പോൾ 1/2 മണിക്കൂറേ എടുക്കാവൂ. മൂന്നാമത്തെ തവണ സെയിം ടോപ്പിക്ക് റിവൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റിവിഷൻ
കഴിയണം. അപ്പോൾ അതാണ് ഇതിൻ്റെ മറുപടി. മറവി എല്ലാ മനുഷ്യർക്കും വരും, നമ്മൾ വീണ്ടും വീണ്ടും നോക്കുക. റിവിഷൻ തന്നെയാണ് ഏറ്റവും വലിയ കീ അല്ലേ. പിന്നെ കുറച്ച് സൂത്രപ്പണികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ന്യൂമോണിക്സ് വെച്ച് പഠിക്കുന്നത്. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡുകളൊക്കെ വെച്ച് പഠിക്കത്തില്ലേ, അങ്ങനെ കോഡുകൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കാം. അതെ, ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കാം. അതുപോലെ ഈ ഫ്ലാഷ് കാർഡ് ടെക്നിക്ക്, ഈ മറന്നു പോകാനിടയുള്ള ഇക്വേഷൻസും ടോപ്പിക്കുകളും ഒക്കെ നമുക്ക് ഈ പെട്ടെന്ന് കണ്ണെത്തുന്നിടത്ത് നമുക്ക് ഒട്ടിച്ച് വെച്ച് പഠിക്കുന്ന രീതി ഉണ്ടല്ലോ, അതാണ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നല്ല മെത്തേഡാണ്. ഇനി അതും അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതി ശീലിക്കുന്നവരും ഉണ്ട്, അതും നല്ല മെത്തേഡാണ്. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിയാത്ത പോയിന്റുകൾ മാത്രം ചെറിയൊരു കടലാസിൽ കുറിച്ച് വെച്ച് എപ്പോഴും അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴും നോക്കുന്ന കാര്യം അങ്ങനെ തലച്ചോറിൽ പതിയുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 3 വഴികളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് അന്ന് പഠിച്ചതിനെ പറ്റി ഒന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ അതും നല്ലൊരു മാർഗമായിട്ടാണ്. പഠനങ്ങളൊക്കെ ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ വേറെ ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. പഠനങ്ങളൊക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ സമയം കുറച്ചുള്ളത് കൊണ്ട് തന്നെ കുറേ കുട്ടികൾക്ക് ഒരു പരിഭ്രാന്തിയുണ്ട്, ഒരു ടെൻഷനുണ്ട് എക്സാമിനെ പറ്റി ആലോചിച്ച്. അപ്പോൾ ആ ഒരു ടെൻഷൻ മാറ്റാനായിട്ട് എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ സാർ? നമുക്ക് ടെൻഷൻ മാറ്റാനുള്ള ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് മാത്രം വരുന്നതല്ല. ഈ എക്സാം എഴുതുന്ന അല്ലെങ്കിൽ എക്സാമിനെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന ഏതൊരാൾക്കും സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. എക്സാം ഡേറ്റ് എടുക്കും. ഇപ്പോൾ ഞാനാണെങ്കിലും യമുനയാണെങ്കിലും നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ അധ്യാപകരാണെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഒരു ടെൻഷൻ ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഇത് നമുക്ക് മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. ഈ ടെൻഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അതിന് പോസിബിളായിട്ടുള്ള അത് മാറ്റാനുള്ളൊരു പോസിബിൾ ഇതെന്ന് പറയുന്നത് കഴിയുന്നത്ര മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മിക്കവർക്കും വരുന്ന ടെൻഷൻ ഉണ്ട്, അയ്യോ ഞാൻ പാസ്സാവുമോ എന്നുള്ള പേടിയാണ്. ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോൾ സ്ഥിരമായി ഒരു 45 അല്ലെങ്കിൽ ഒരു 50 റേഞ്ചിൽ വരുന്ന കുട്ടി എന്തായാലും പാസ്സാവും. അപ്പോൾ അവന് കോൺഫിഡൻസ് അത് സ്വയം ബൂസ്റ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ. അങ്ങനെ ടെൻഷൻ നമുക്ക് മാറ്റാൻ പറ്റൂ. ലാസ്റ്റത്തെ 1 മാസം കഴിയുന്നത്ര മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സാറിപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗേറ്റ് ബാച്ചസിൽ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ആയിട്ട്. തീർച്ചയായും. അപ്പോൾ പൊതുവെ ക്ലാസ്സിൽ നിന്ന് സാറിന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണ്? അവർ മെയിനായിട്ട് നമ്മൾ ഈ പഠിക്കുന്ന കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്തായിട്ടാണ് സാറിന് തോന്നുന്നത്? ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് സാറിന് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണ് അതിൽ? എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ടിട്ടുള്ളത് ഈ ഗേറ്റ് ബാച്ചിലൊക്കെ തുടക്കത്തിൽ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഈ കുട്ടികളുടെ ട്രാൻസിഷൻ, അതായത് അവർ ഗേറ്റ് ബാച്ചിൽ കയറിയാലും ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെന്ന് ഓർക്കാതെ അവർ യൂണിവേഴ്സിറ്റി എക്സാമിന് എങ്ങനെയാണോ അല്ലെങ്കിൽ അവർ കോളേജ് ലൈഫിൽ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കും. അത് വലിയൊരു കാരണം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ടൈം കീപ്പ് ചെയ്യണം, വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ അവർക്കത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെ പതുക്കെ ഈ ഗേറ്റ് ഓറിയൻറ്റഡായി ഒന്ന് മാറ്റിയെടുക്കാൻ, കാരണം ഈ യൂണിവേഴ്സിറ്റി എക്സാം എങ്ങനെയാണ്, ലാസ്റ്റ് കാണുന്ന ഒരു 10 യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവൻ പാസ്സാവും. ഗേറ്റിന് അങ്ങനെയല്ല. അങ്ങനെ കാണാതെ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണെങ്കിൽ പോലും കാണാതെ പഠിച്ച് കൺസെപ്റ്റ് അറിയില്ല, കാണാതെ പഠിച്ച് പാസ്സാവുന്ന ഒരാളാണെങ്കിൽ ഗേറ്റിന് പരാജയപ്പെടുകയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ അറിയണം, ടൈം ബൗണ്ട് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തണം. അപ്പോൾ അവരെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് തുടക്കത്തിലെ ഇച്ചിരി പാടാം. അതാണ് ഫാക്കൽറ്റി എന്ന നിലയിൽ ഞാൻ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം. ഞാനതല്ല, ഒട്ടുമിക്ക ഫാക്കൽറ്റീസിനും ഇതേ പ്രശ്നം തന്നെയാണ്. ശരി, സാറിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? സാർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ എന്തെങ്കിലും ചെയ്തത്, അത് അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ആവാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങളോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ? അബദ്ധങ്ങളേ ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് പറഞ്ഞു തരാൻ ആളില്ലല്ലോ. ഇപ്പോൾ സിവിലിയൻസ് കുട്ടികളെ ഇങ്ങനെ നോക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ മോൾഡ് ചെയ്യുന്നത് പോലെ അന്ന് മോൾഡ് ചെയ്യാൻ ആളില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ വെയിറ്റേജ് നോക്കിയിട്ടില്ല. അത് ഭയങ്കര വലിയൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതൊക്കെ നോക്കി പഠിക്കുകയായിരുന്നെങ്കിൽ എനിക്കൊരു 10 മാർക്കിലും കൂടുതൽ, ഉറപ്പായിട്ടും 10 മാർക്കിലും കൂടുതൽ ഞാൻ വാങ്ങിച്ചേനെ. ഞാൻ ടോപ്പിക് സെലക്റ്റീവ് ആയിരുന്നില്ല. ഞാൻ സബ്ജക്റ്റ്, അതായത് ചില സബ്ജക്റ്റുകളൊക്കെ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ വളരെ വലിയ അബദ്ധങ്ങളാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരവും ഈ കുട്ടികളോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ടോപ്പിക് സെലക്റ്റീവ് ആവണം, റിവിഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എടുത്തതാണ്. കാരണം ഞാൻ ചെയ്തിട്ടുള്ള അബദ്ധങ്ങളാണ് ഇതെല്ലാം, എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ്. അതാണ് ഇവരൊരിക്കലും ആവർത്തിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും.
അതെ, ഒരിക്കലും ഇപ്പോൾ എനിക്ക് ചില സബ്ജക്റ്റുകൾ, ഞാൻ സബ്ജക്റ്റ് പറയുന്നില്ല, ചില സബ്ജക്റ്റുകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ഫുൾ ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. പക്ഷെ അത് പരീക്ഷയ്ക്കാകെ ചോദിക്കുന്നത് 1-2 മാർക്കിനാണ്. ആ മാർക്ക് എനിക്ക് കിട്ടും, പക്ഷെ അതേ കിട്ടൂ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ. ഓക്കെ സാർ. പിന്നെ നമ്മളിപ്പം ഈ ഒരു ഗേറ്റ് എക്സാമിന് വേണ്ടി ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ സിലബസ് കവർ ചെയ്യുവാണല്ലോ എല്ലാ സബ്ജക്റ്റും നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ. അപ്പോൾ ഈ ഒരു പഠിക്കുന്ന ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഇപ്പോൾ അവർ നേടുന്ന ഈ ഒരു നോളജ് അവർക്ക് മറ്റ് പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ട് ബെനിഫിഷ്യലായിട്ട് മാറുമോ പിന്നീട് ഈ ഒരു ഗേറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ? പിന്നെ തീർച്ചയായിട്ടും ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നടത്തപ്പെടുന്ന ഏറ്റവും ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ എക്സാം തന്നെയാണ്. ബാക്കിയുള്ള എക്സാമുകളെല്ലാം ഇപ്പോൾ കേരള PSC നടത്തുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം ആണെങ്കിലും, ഇപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണെങ്കിലും, SSC ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണെങ്കിലും ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് നോക്കുമ്പോൾ ഗേറ്റിൻ്റെ താഴെയാണ്. അപ്പോൾ ഈ ഗേറ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ബാക്കിയുള്ള എക്സാമുകളെല്ലാം വളരെ എളുപ്പമായിട്ട് തോന്നുന്നു. അതായത് അവരുടെ ചാൻസസ് അവിടെ വളരെ കൂടുക. ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഫീൽഡിലേക്ക് പോകുമ്പോൾ ഇവരുടെ ചാൻസസ്, ഗേറ്റ് സ്റ്റുഡൻസിൻ്റെ ചാൻസസ് വളരെ ഉയർന്നു തന്നെ ഇരിക്കും. അപ്പോൾ യെസ്, അവർക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ അടുത്ത് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റുഡൻസിൻ്റെ കുറേ സംശയങ്ങളൊക്കെ, മിക്കവരും മെജോറിറ്റി കുട്ടികൾ ചോദിച്ച സംശയങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ലേ സാർ? തീർച്ചയായിട്ടും. എനിക്കറിയാവുന്ന രീതിയിൽ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ഒരുപാട് വർഷമൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വരാൻ പോകുന്ന എക്സാമിന് അവർക്ക് ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഗേറ്റ് എക്സാമിന് എല്ലാവർക്കും, എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ എല്ലാവിധ ആശംസകളും.